നമസ്കാരം, എല്ലാവർക്കും ജ്യോതിഷ കേരളം ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ പൂർണ്ണമായി കാണാനും ശ്രമിക്കുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2026 ഏപ്രിൽ മാസം വൃശ്ചിക രാശിയുടെ ഫലങ്ങളാണ്. 2026 ഏപ്രിൽ മാസം വൃശ്ചികം രാശിക്കാർക്ക് മാനസികമായ വെല്ലുവിളികൾ ഉയർത്തുന്നതിനൊപ്പം തന്നെ ഐതിഹാസികമായ വിജയങ്ങൾ സമ്മാനിക്കുന്ന ഒന്നായിരിക്കും. മാസത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങളുടെ രാശാധിപനായ ചൊവ്വ ഏപ്രിൽ 2-ന് 5-ാം ഭാവത്തിലേക്ക് മാറുകയും അവിടെ ശനിയുമായി സംയോഗം നടത്തുകയും ചെയ്യുന്നു. ഏപ്രിൽ 11-ന് നീചനായ ബുധൻ കൂടി അവിടെ എത്തുന്നതോടെ മക്കളുടെ കാര്യത്തിലുള്ള ഉത്കണ്ഠയും മാനസികമായ ആശയക്കുഴപ്പങ്ങളും നിങ്ങളെ അലട്ടിയേക്കാം. എന്നാൽ നിരാശപ്പെടേണ്ടതില്ല. ഏപ്രിൽ 14-ന് 10-ാം ഭാവാധിപനായ സൂര്യൻ 6-ാം ഭാവത്തിൽ ഉച്ചാവസ്ഥയിൽ എത്തുന്നതോടെ ഔദ്യോഗിക ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കും. ശത്രുക്കൾക്ക് നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ സാധിക്കില്ല. കൂടാതെ ഏപ്രിൽ 19-ന് 7-ാം ഭാവാധിപനായ ശുക്രൻ സ്വന്തം രാശിയായ ഇടവത്തിൽ പ്രവേശിക്കുന്നത് പങ്കാളിത്ത ബിസിനസ്സുകളിൽ വൻ വളർച്ചയും കുടുംബജീവിതത്തിൽ വസന്തകാലവും തിരികെ കൊണ്ടുവരും. ഉദ്യോഗസ്ഥർക്ക് ഏപ്രിൽ മാസം അതിശയകരമായ അവസരങ്ങളാണ് നൽകുന്നത്. ഏപ്രിൽ 14-ന് 10-ാം ഭാവാധിപനായ സൂര്യൻ 6-ാം ഭാവത്തിൽ ഉച്ചാവസ്ഥയിൽ നിൽക്കും. ജ്യോതിഷപ്രകാരം ഒരു പാപഗ്രഹം പാപസ്ഥാനത്ത് ഉച്ചനാകുന്നത് ശത്രുജയത്തിന് കാരണമാകും. ഓഫീസിൽ നിങ്ങൾക്കെതിരെ ഉണ്ടായിരുന്ന കുതന്ത്രങ്ങളും രാഷ്ട്രീയവും ഇതോടെ അവസാനിക്കും. നിങ്ങളുടെ പ്രകടനം കണ്ട് മേലധികാരികൾ സ്ഥാനക്കയറ്റമോ ശമ്പള വർധനവോ പ്രഖ്യാപിച്ചേക്കാം. ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കും പോലീസ്, പ്രതിരോധം, മെഡിക്കൽ മേഖലകളിലുള്ളവർക്കും വലിയ അധികാരം ലഭിക്കും. എങ്കിലും ചൊവ്വയുടെ 5-ാം ഭാവത്തിലെ സ്വാധീനം കാരണം പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സഹപ്രവർത്തകരെ കൂടി വിശ്വാസത്തിലെടുക്കാൻ ശ്രദ്ധിക്കുക. ബിസിനസ്സുകാർ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ വലിയ നിക്ഷേപങ്ങൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ലാഭാധിപനായ ബുധൻ നീചാവസ്ഥയിൽ നിൽക്കുന്നതും 5-ാം ഭാവത്തിലെ പാപഗ്രഹങ്ങളും നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചേക്കാം. ഓഹരി വിപണിയിൽ നിന്നും ഊഹക്കച്ചവടത്തിൽ നിന്നും ഈ സമയം വിട്ടുനിൽക്കുക. എന്നാൽ ഏപ്രിൽ 19-ന് 7-ാം ഭാവാധിപനായ ശുക്രൻ സ്വന്തം രാശിയായ ഇടവത്തിൽ പ്രവേശിക്കുന്നത് ബിസിനസ്സിൽ വലിയൊരു മാറ്റം കൊണ്ടുവരും. മാളവ്യ യോഗം സംവ്യാജ്യമാകുന്നതോടെ ബിസിനസ് പങ്കാളിത്തങ്ങൾ ലാഭകരമാകും. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ഫാഷൻ, ഹോട്ടൽ, ആഡംബര വസ്തുക്കൾ എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഈ സമയം വൻ ലാഭം കൊയ്യാം. സാമ്പത്തികമായി ഈ മാസം സമ്മിശ്ര ഫലങ്ങളാണ് ഉണ്ടാവുക. ധനാധിപനായ വ്യാഴം 8-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ വരുമാനത്തിൽ ചെറിയ തടസ്സങ്ങൾ നേരിട്ടേക്കാം. സുഹൃത്തുക്കൾക്ക് നൽകിയ പണം തിരികെ ലഭിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും ഏപ്രിൽ 14-ന് ശേഷം ഉച്ചസ്ഥനായ സൂര്യൻ്റെ സ്വാധീനം കാരണം ജോലിയിൽ നിന്നുള്ള വരുമാനം വഴി പഴയ ബാധ്യതകൾ തീർക്കാൻ സാധിക്കും. ബാങ്കുകളിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിച്ച ലോണുകൾ അനുവദിക്കപ്പെടും. ഏപ്രിൽ 19-ന് ശേഷം ശുക്രൻ്റെ ബലം സാമ്പത്തിക സമ്മർദ്ദം ഗണ്യമായി കുറയ്ക്കും. രാശാധിപനായ ചൊവ്വ ജലരാശിയായ മീനത്തിൽ ശനിയോടൊപ്പം നിൽക്കുന്നത് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഗ്യാസ് ട്രബിളിനും വയറുവേദനയ്ക്കും കാരണമായേക്കാം. ചെറിയ കാര്യങ്ങൾക്ക് പോലും അമിതമായ ദേഷ്യവും അസ്വസ്ഥതയും നിങ്ങൾക്ക് അനുഭവപ്പെടാം. ഏപ്രിൽ 14-ലെ സൂര്യൻ്റെ മാറ്റം നിങ്ങളുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും. എങ്കിലും സൂര്യൻ്റെ കടുത്ത ഉഷ്ണം കാരണം ശരീരത്തിൽ പിത്തദോഷം വർദ്ധിച്ചേക്കാം. ധാരാളം വെള്ളം കുടിക്കാനും ശരീരം തണുപ്പിക്കുന്ന ആഹാരങ്ങൾ കഴിക്കാനും ശ്രദ്ധിക്കുക. ഈ മാസം നിങ്ങളുടെ ചിന്തകൾ മുഴുവൻ മക്കളെക്കുറിച്ചായിരിക്കും. 5-ാം ഭാവത്തിലെ ശനി, ചൊവ്വ, രാഹു സ്വാധീനം മക്കളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം അല്ലെങ്കിൽ അവരുടെ പിടിവാശി എന്നിവ കാരണം നിങ്ങൾക്ക് വലിയ മാനസിക വിഷമം ഉണ്ടാക്കാം. അവരോട് വളരെ ക്ഷമയോടെ പെരുമാറേണ്ട സമയമാണിത്. ദാമ്പത്യ ജീവിതത്തിൽ ഏപ്രിൽ 19 വരെ ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാമെങ്കിലും അതിനുശേഷം ശുക്രൻ സ്വന്തം രാശിയിലെത്തുന്നത് വലിയ ആശ്വാസമാണ്. പങ്കാളിയുമായുള്ള സ്നേഹം വർദ്ധിക്കും. കുടുംബത്തോടൊപ്പം വിനോദയാത്രകൾക്കോ ഷോപ്പിങ്ങിനോ പ്ലാൻ ചെയ്യും. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുയോജ്യമായ ആലോചനകൾ ഈ സമയം ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് ഇത് അല്പം കടുപ്പമേറിയ സമയമാണ്. 5-ാം ഭാവത്തിലെ ഗ്രഹദോഷങ്ങളും ബുധൻ്റെ നീചാവസ്ഥയും പഠനത്തിലുള്ള ഏകാഗ്രത കുറയ്ക്കും. എന്നാൽ ഏപ്രിൽ 14-ന് ശേഷം സൂര്യൻ്റെ ബലം മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, ഗവൺമെൻറ് മത്സര പരീക്ഷകൾ എന്നിവയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് അപ്രതീക്ഷിത വിജയവും ഉയർന്ന റാങ്കും നേടിത്തരും. 2026 ഏപ്രിൽ മാസത്തെ പരിഹാരങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. 5-ാം ഭാവത്തിലെ ചൊവ്വ, ശനി, ബുധൻ ദോഷങ്ങൾ മാറാനും സൂര്യൻ്റെയും ശുക്രൻ്റെയും അനുഗ്രഹം ലഭിക്കാനും ഇനി പറയുന്ന പരിഹാരങ്ങൾ ചെയ്യുക. രാശാധിപനായ ചൊവ്വയുടെ ദോഷം മാറാനും മക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനും എല്ലാ ചൊവ്വാഴ്ചയും സുബ്രഹ്മണ്യ അഷ്ടകം ജപിക്കുക. വ്യാഴം 8-ാം ഭാവത്തിൽ നിൽക്കുന്നതിൻ്റെയും ബുധൻ്റെയും നീചാവസ്ഥയുടെയും ദോഷങ്ങൾ മാറാൻ വ്യാഴാഴ്ചകളിൽ ദക്ഷിണമൂർത്തിയെ വന്ദിക്കുക.
മാനസിക സമാധാനത്തിനായി ശനിയാഴ്ചകളിൽ കാഴ്ചയില്ലാത്തവർക്കോ വൃദ്ധർക്കോ ഭക്ഷണം നൽകുക. ഇത് 5-ാം ഭാവത്തിലെ ശനിദോഷം കുറയ്ക്കും.